ഓണപ്പരീക്ഷ തൊട്ടടുത്തെത്തി സാറേ. തല കറങ്ങുന്നു. മാത്സിൽ 5 ചാപ്റ്റർ ഉണ്ട്, ഒരൊറ്റ ഒന്ന് പോലും എനിക്ക് അറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 25 മിനിറ്റ്, വെറും 25 മിനിറ്റ് എനിക്ക് തരികയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും 1/2 മാർക്ക് പോലും പോകാത്ത രീതിയിൽ നിങ്ങൾ സെറ്റായി തരും. പക്ഷെ അത് നിങ്ങൾ എനിക്ക് വാക്ക് തരണം, ഈ 25 മിനിറ്റ് ഞാൻ ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഞാൻ റെഡി എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തോ. എന്നാൽ നമുക്ക് തുടങ്ങാം. റെഡി? എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയുന്നു, ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: when all the side of a square decreased by 3 meter, ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 3 കുറച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു സമചതുരം ഉണ്ടോ സാറേ? ഉണ്ട് സാറേ. ഇനിയോ ഇതിന്റെ വശങ്ങളെല്ലാം 3 കുറച്ചു. ഇത് എത്രയാണോ ഇതിന്റെ സൈഡ്സ് അതിനെക്കാട്ടിലൊക്കെ 3 കുറവാണ് ഇവിടെ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴോ ദ ഏരിയ ബിക്കെയിം 64. ഇതിൽ നിന്ന് എല്ലാ സൈഡും 3 കുറച്ചപ്പം ഇതിന്റെ ഏരിയ എന്തായി മാറി? 64 ആയി മാറി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ. ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കാണണം. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആലോചിക്കണം. കാരണം ഓക്കെ സാറേ, എനിക്ക് ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് അറിയൂല. അറിയാത്ത സാധനത്തിന് നമ്മൾ എന്തെന്ന് അങ്ങെടുക്കും? എക്സ് എന്ന് അങ്ങെടുക്കും. ഓക്കെ, സോ വലിയ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പൊ ബുദ്ധിയുള്ള മക്കൾ പറ, ഇതിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും സാറേ? ഇതിനെക്കാട്ടിലും 3 കുറവായിരിക്കും. സോ x-3 ആയിരിക്കും എന്ത്? ഇതിന്റെ ഒരു സൈഡ്. സിമ്പിൾ. ഇനി എന്താ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളത് സാറേ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്തിട്ട് എക്സിനെ കണ്ടുപിടിച്ചേ പറ്റൂ. മുടിയിലെ തലവരെ മുടിയിലെ പ്രഷർ എക്സിനെ എങ്ങനെ കണ്ടുപിടിക്കും സാറേ? ഇതിൻ്റെ ഒരു സൈഡ് x-3 ആണ്. ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര? 64 ആണ്. ആ സാധനം യൂസ് ചെയ്തുകൂടെ നമുക്ക്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണെന്നാണ് പറഞ്ഞത്? 64. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്വയറിൻ്റെ ഇതിൻ്റെ സമചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുന്നത് സാറേ? സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ? അല്ലെങ്കിൽ ഒരു വശത്തിന്റെ വർഗം x-3 ആണ് ഒരു വശം. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x-3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഏരിയനെ മാറ്റി x-3ന്റെ സ്ക്വയർ എഴുതുന്നു. അത് ഈക്വൽ ടു 64. ഇതിൽ നിന്ന് എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് സാറേ? ഈ സ്ക്വയറിനെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ x-3, റൈറ്റ് സൈഡിൽ 64 ഉണ്ട്. സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ റൂട്ട്. സോ x-3 ഈക്വൽ ടു റൂട്ട് 64 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നമ്പറിന് അതിനോണ്ട് തന്നെ ഗുണിച്ചാൽ 64 കിട്ടുന്നത്? 8. സോ റൂട്ട് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 8 ആണ്. സോ എനിക്ക് കിട്ടി 8 ആണ് ആൻസർ. 8 ആണോ സാറേ ആൻസർ? x-3 ആണ് 8. അതായത് രണ്ടാമത്തതിൻ്റെ ഒരു വശമാണ് 8. നമുക്ക് കിട്ടേണ്ടി എക്സ് അല്ലേ, ആദ്യത്തതിൻ്റെ ഒരു സൈഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ -3 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ x ഈക്വൽ ടു 8 -3 ഇങ്ങോട്ട് വന്നാൽ +3. x ഈക്വൽ ടു എത്ര? 11. സോ ആദ്യത്തെ സമചതുരത്തിൻ്റെ ഒരു വശം എത്രയാണ്? 11 ആണ്. ഇങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ട് നിങ്ങളോട് ചോദിക്കുക. ആദ്യം ഒരു സ്ക്വയർ ഉണ്ടാവും, അതിനെക്കാട്ടിലും ഇത്ര കുറച്ചപ്പോൾ ഏരിയ എത്രയായി. ഇനി മേ ബി ഇങ്ങനെ ചോദിക്കും, ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്, അതിനെക്കാട്ടിലും സൈഡൊക്കെ എന്തായി? 3 കൂട്ടി എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ എക്സ് ആണ് ഇവിടെങ്കിൽ ഇവിടെ x+3. അപ്പോൾ ഏരിയ 100 ആണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും? ഏരിയ സമം 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ x+3ന്റെ സ്ക്വയർ സമം 100. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? എക്സ് കണ്ടുപിടിക്കും. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യം നമ്മൾ 100% എക്സ്പെക്ട് ചെയ്തിരിക്കണം. And 9 added to the product of 2 consecutive multiples of 6 gave 729. സാറേ അതെന്താ പറഞ്ഞേ? 9 added to the product of 2 consecutive multiples of 6. 6ന്റെ അടുത്തടുത്തുള്ള 2 ഗുണിതങ്ങളുടെ ഗുണനഫലത്തിനോട് 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. 6ന്റെ ഗുണിതങ്ങളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതായത് 6, 12, 18, 24 ഇങ്ങനെയാണ് 6ന്റെ ഗുണിതങ്ങൾ പോകുന്നത്. ഇതിൽ അടുത്തടുത്തുള്ള ഏതോ 2 ആളെ എടുത്ത് ഓലെ തമ്മിൽ ഗുണിച്ച് എന്നിട്ട് അതിനോട് 6 കൂട്ടിയപ്പോൾ 729 കിട്ടിയെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്താ ചെയ്യുക സാറേ? അല്ല, 6 കൂട്ടിയപ്പോൾ അല്ല, 9 കൂട്ടിയപ്പോൾ 700. അതായത് ഏതോ 2 എണ്ണത്തിനെ ഗുണിച്ചു, ഇതിനോട് 9 കൂട്ടി, അപ്പോൾ 729 കിട്ടി. അപ്പോൾ എന്താ ചെയ്യുക? അതിന് ഇവന്മാർ തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ നോക്കുമ്പോൾ 6 അടുത്ത നമ്പർ 12 എന്താ കാര്യം? 6 കൂടുന്നു സാറേ. ഇവിടെയും 6 കൂടുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 6 കൂടുന്നു. സോ 6ന്റെ അടുത്തടുത്തുള്ള ഏത് 2 ഗുണിതങ്ങളെയാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒന്നിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? എക്സിനെക്കാട്ടിലും 6 കൂടും. സോ നമ്പേഴ്സിനെ നമുക്ക് x+6 എന്നെടുക്കാം. നമ്പേഴ്സ് എന്താണ്? x,
കോമ എക്സ് പ്ലസ് 6. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ ഇതിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. സെറ്റ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ എഴുതി നോക്കട്ടെ. 9 ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. ഓക്കെ, അടുത്തടുത്ത 6ന്റെ 2 ഗുണിതങ്ങളെ തമ്മിൽ ഗുണിച്ച് അതിനോട് 9 കൂട്ടി. അപ്പോൾ ഇതാണ് ആ നമ്പേഴ്സ്. സോ അവരെ തമ്മിൽ എങ്ങനെ ഗുണിക്കുക? എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 6. എന്നിട്ടോ ഇതിനോട് എത്ര കൂട്ടി? ദാ ഗുണിതങ്ങൾ പ്രൊഡക്റ്റ് ഇതിനോട് 9 കൂട്ടി. ഓക്കെ, പ്ലസ് 9. അന്നപ്പോൾ എന്ത് കിട്ടി? 729. സോ ഈക്വൽ ടു 729. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത്? സാർ ഇതാ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള 2 ആക്കും അവകാശപ്പെട്ട. സോ എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയർ ആണ്. പ്ലസ് എക്സ് ഇൻറ്റു 6 എന്താ? 6x ആണ്. പ്ലസ് 9 ഈക്വൽ ടു 729. അയ്യോ സാറേ, ഇത് നേരത്തെ കണ്ട പോലെ അല്ലേലോ. നേരത്തെ നോക്കൂ, എക്സ് -3 എന്ന് പറഞ്ഞിട്ട് ഈ മുഴുവൻ ചെങ്ങായിൻ്റെ മോളാണ് സ്ക്വയറിൽ. അപ്പോൾ ഈ സ്ക്വയറിനെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ സ്ക്വയർ പോയി. അങ്ങനെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ എനിക്ക് ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. ഈശ്വര, ഇതെല്ലാം കൂടി എന്താവും പഠിച്ചോനെ? അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഈ മൊത്തം സാധനത്തിന് ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഈ സ്ക്വയർ അങ്ങോട്ടും കൊണ്ടുപോയനും അല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമ്പറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഈ 9 എന്ന് പറഞ്ഞ നമ്പറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? സാറേ എക്സിൻ്റെ കൂടെയുള്ള ആരാ? 6 ആണ്. ആ 6ന്റെ പകുതി എത്ര? 3 ആണ്. ആ 3ന്റെ സ്ക്വയർ അല്ലേ 9? ആണ് സാർ. അങ്ങനെയെങ്കിൽ ഈ മുഴുവൻ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നോ? എക്സ് പ്ലസ് 9 ആണോ? അല്ല, 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഒന്നുമില്ല, എക്സിൻ്റെ കൂടെ ഉള്ളത് ആരാണോ അവൻ്റെ പകുതിയുടെ വർഗ്ഗമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഈ ഫുൾ സാധനത്തിന് എക്സ് പ്ലസ് ഇവിടെ ആരായിരുന്നു ആ നമ്പർ, അത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു 729. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സ് കാണുന്നത്? സാറേ ഈ സ്ക്വയർ അങ്ങോട്ട് പോട്ടെ. സോ എക്സ് പ്ലസ് 3 ഈക്വൽ ടു റൂട്ട് 729. റൂട്ട് 729 എത്രടാ? 27 അല്ലേ? 27 അല്ലേ? സോ 27 അല്ലേ? സംശയമുള്ളവരൊന്ന് ഒന്ന് ഗുണിച്ച് നോക്കി. 27 × 27 ബാക്കി 4 14 18 4 ബാക്കി 1 5 9 2. ഓക്കെ, 729. റെഡി. സോ റൂട്ട് 729 എത്രയാണ്? എക്സ് പ്ലസ് 3 ഈക്വൽ ടു 27. എനിക്ക് എക്സ് പ്ലസ് 3 എന്താണെന്ന് കിട്ടി? 27 ആണെന്ന് കിട്ടി. ഇനി എക്സ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ഈ പ്ലസ് 3 ഇങ്ങോട്ട് കൊണ്ടുവരും. സോ എക്സ് ഈക്വൽ ടു 27 അവിടെ ഓൾറെഡി ഉണ്ട്. ഈ പ്ലസ് 3 ഇങ്ങോട്ട് വന്നാൽ -3. എക്സ് ഈക്വൽ ടു എത്ര? 24. സോ ഒരു നമ്പർ എത്രയാണ്? 24 ആണ്. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? ഒരു നമ്പർ എക്സ് എന്ന് വിളിച്ചു, അത് 24. അടുത്ത നമ്പർ ഏതാ? എക്സ് പ്ലസ് 6 ആണ് അല്ലേ? സോ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ആദ്യത്തത് 24 ആൻഡ് അടുത്തത് എത്രയ്ക്ക്? അപ്പോൾ ഇതിനോട് 6 കൂട്ടിയല്ലേ? ഓക്കെ, 30. സോ ഇതാണ് ആ നമ്പേഴ്സ്. ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് ഇതിനോട് 9 കൂട്ടിയാലാണ് നമുക്ക് 729 കിട്ടുക. സംശയമുള്ളവർ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി. സോ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 2 ചെയ്തു. അടുത്തത് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 48. ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിൻ്റെ ചുറ്റളവ് 48 ആണ്. മെല്ലെ വായിക്കണം കേട്ടോ നിങ്ങൾ. ക്വസ്റ്റ്യൻ വലുപ്പം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ഓക്കെ, ഒരു എന്താണ് റെക്ടാംഗിൾ ഉണ്ട്. ഓക്കെ, ഒരു ചതുരമുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ, അതായത് ഈ ചുറ്റിലുള്ള അളവ് എത്രയാണ്? 48 ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഏരിയ 135. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്ര? 48 ആണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ എത്രയാണ്? 135 ആണ്. ഇത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ശരി, വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? നീളത്തിൻ്റെയും വീതിയുടെയും തുക എന്താണെന്ന് കാണണം. ഈശ്വര, നീളത്തിൻ്റെയും വീതിയുടെയും തുക. അതിനൊരു ഐഡിയ ഉണ്ട്. ഇവിടെ പെരിമീറ്റർ 48 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് പറഞ്ഞത്? പെരിമീറ്റർ 48 ആണ്. പെരിമീറ്റർ 48 ആണ്. സാറേ എന്താണ് ഈ പെരിമീറ്റർ? ചുറ്റളവ്, ചുറ്റിലുള്ള അളവ്. 2 നീളവും 2 വീതിയും, അതായത് 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് എന്ത്? ചുറ്റളവ് അല്ലെ പെരിമീറ്റർ. സോ പെരിമീറ്ററിന് പകരം ഞാൻ എന്ത് ചെയ്തിരുന്നു? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതാണ് എന്ത്? 48 എന്ന് കിട്ടുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ്? അതായത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടി എത്ര എന്നാ ചോദിച്ചത്? നീളവും വീതി കൂടി കൂട്ടി എത്ര എന്നാ ചോദിച്ചത്? അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2നെ അങ്ങോട്ടും ഉണ്ടായാൽ പോരെ. സോ ഇവിടെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ബാക്കിയായി. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര? ഇവരുടെ തുക എത്ര എന്നുള്ളതാണ്. അതാണ് നമ്മൾ വേണ്ടി. അപ്പം ഞാൻ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ എന്താ സംഭവിച്ചത്? 48/2 എത്ര? 24. സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ശരി, ബി ക്വസ്റ്റ്യൻ. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ.
ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. സാർ ഇവിടുന്ന് ഇപ്പം ഇനി എന്തുണ്ടാക്കാനാ? ആകെ ഞങ്ങൾക്ക് അറിയാവുന്ന എന്തായിരുന്നു, പെരിമീറ്റർ 48 ആണെന്ന്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ ലെങ്ത്തിൻ്റെയും ബ്രെഡത്തിൻ്റെയും സമ്മനെ കണ്ടുപിടിച്ചത് അല്ലേ, തുക തന്നെ കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങളിൽ ഉപയോഗിക്കാത്ത ആയുധങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ടാക്കി തരാൻ. അപ്പം നാ പൊട്ടനാ ഏരിയ ചോദിക്കും. അപ്പം നാ പൊട്ടനാ, കാരണം എന്താ, ഏരിയ 135 ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ അത് വെച്ചിട്ടാണ് നമ്മളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം ഉണ്ടാക്കേണ്ടത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഏരിയ 35 പക്ഷെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്താ? അപ്പോൾ ഇത് ലെങ്ത്ത് ഇത് ബ്രെഡ്ത്ത്, അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 135. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയോ? എന്തേത്തത്? അല്ല, ഇവിടെ എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ട്. അതെന്താടാ? എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ട്. സാറേ ഇവിടെ എന്താ എക്സ് ഒന്നും വരാത്തത്? ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്. സാറിന് ലെങ്ത്തിന് എക്സ് എന്ന് പേര് കൊടുത്തൂടെ? ഓക്കെ, ഞാൻ ലെങ്ത്തിന് എന്തെന്ന് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. അപ്പം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബ്രെഡ്ത്ത് എന്താണ് എന്നുള്ള. എന്തായിരിക്കും ബ്രെഡ്ത്ത്? എന്താ? എനിക്കത് അറിയണം, നമ്മൾ അനാഥരാണ്. ബ്രെഡ്ത്ത് എന്താ? അതിനെന്തോ ഒരു നാക്കുണ്ട് സാറേ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ എത്രയാണ്? 24 അല്ലേ. നോക്കടാ, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 24 കിട്ടുന്നത്. അതിൽ നമ്മൾ ലെങ്ത്തിനെ എക്സ് എന്ന് എടുത്ത്, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 24. അപ്പോൾ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ഇത് കിട്ടണമെങ്കിൽ ഈ എക്സ് ഇങ്ങോട്ട് ഉണ്ടായാൽ പോരെ. അപ്പോൾ ബ്രെഡ്ത്ത് എന്താന്ന് കിട്ടും? 24 ഇവിടെ ഉണ്ട്, ഈ എക്സ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് എക്സ്. സോ ബ്രെഡ്ത്ത് എന്താ? 24 മൈനസ് എക്സ്. സോ ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് 24 മൈനസ് എക്സ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മുന്നോട്ട് പോകാൻ പോകുന്നത്. എനിക്കറിയായിരുന്നു ഇപ്പൊ ചുമൻ്റെ ഒക്കെ സീസൺ ആണെന്ന് തോന്നുന്നു അല്ലേ. എനിക്കറിയാനും എന്ത്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയ 24 ആണെന്ന്. അപ്പോൾ ഞാൻ ലെങ്ത്തിന് എക്സ് കൊടുത്തപ്പോൾ ബ്രെഡ്ത്ത് എന്തായി? 24 മൈനസ് എക്സ് ആയി. ഇനി നമുക്കറിയാലേ ഏരിയ 135 ആണെന്ന്. അതിൽ നിന്ന് ഇക്വേഷനിലേക്ക് പോകാറോ? ശരി, പോവാം. ബി ക്വസ്റ്റ്യൻ. ഏരിയ എത്രയാണ്? ഏരിയ 135. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാറേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ഇവിടെ ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് 24 മൈനസ് എക്സ് ആണ്. സോ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 24 മൈനസ് എക്സ്. അതാണ് എന്ത്? 135. ശരി സാർ, അങ്ങനെയെങ്കിൽ ഗുണിച്ചോളൂ. എക്സ് ഇൻറ്റു 24 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു 135. അയ്യോ സാറേ, ഇതൊരു വൃത്തിയുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേലോ. നേരത്തെ ഒക്കെ നോക്ക്, നല്ല അന്തസ്സായിട്ട് എക്സ് സ്ക്വയർ ആദ്യം, അതിന് മൈനസ് ഒന്നുമില്ല, പിന്നെ ഒരു എക്സ് ഉള്ള ടേം, അങ്ങനെ ആയിരുന്നല്ലോ സാറേ വന്ന്. ഇവിടെ എന്താ ഒരു ഇവനെ കണ്ടിട്ടൊരു വശപ്പശക്ക്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണമെന്നോ, ഈ എക്സ് സ്ക്വയറിന് മൈനസ് വേണ്ട. ഈ എക്സ് സ്ക്വയറിന് ഒരിക്കലും എനിക്ക് മൈനസ് വേണ്ട, കാരണം ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാ അല്ലേ. എക്സ് സ്ക്വയർ ആണ് നമ്മളുടെ വജ്രായുധം. അപ്പോൾ ഇവന് ഒരിക്കലും മൈനസ് വേണ്ട. അപ്പം ഞാൻ ഈ എല്ലാവരെയും മൈനസ് കൊണ്ട് അങ്ങ് ഗുണിക്കുന്നത്. ഓക്കെ, എല്ലാവരെയും മൈനസ് കൊണ്ട് അങ്ങ് ഗുണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മൈനസ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തോ ഇത് പ്ലസ് ആയി പോകും. ഓക്കെ, അപ്പോൾ 24 എക്സിനെ ഞാൻ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മൈനസ് 24 എക്സ്. ഇവിടെ ഞാൻ മൈനസ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ പ്ലസ് എക്സ് സ്ക്വയർ ആയി. ആൻഡ് ഇവിടെ മൈനസ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മൈനസ് 135 ആയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ ഈ എക്സ് സ്ക്വയർ ആദ്യം ഇട്ടിട്ട് ഒന്ന് വൃത്തിയാക്കുന്നത്. എക്സ് സ്ക്വയറിനെ ഞാൻ ആദ്യം ഇടുന്നു, പിന്നെ ഉള്ളത് മൈനസ് 24 എക്സ് ആണ്, ഈക്വൽ ടു മൈനസ് 135. ഈക്വൽ ടു മൈനസ് 135. സാറേ ഇപ്പം വലിയ കുഴപ്പമില്ല. ദാ ഏകദേശം ഈ ഒരു രീതിയിൽ അല്ല സാറേ. എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉള്ള ടേം ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഇല്ലല്ലോ സാറേ. ഇവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് പോകാമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുക? ഞാൻ ആകെ ടെൻഷനിൽ നിൽക്കുക. ഇവിടെ എന്തില്ല, ഒരു നമ്പർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുക. അതായത് ഇവിടെ ഇപ്പോൾ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ, ഏത് നമ്പർ? എക്സിൻ്റെ കൂടെ ആരാ? 24. ആ 24ൻ്റെ പകുതി ആരാ? 12. ആ 12ൻ്റെ സ്ക്വയർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ മുഴുവൻ സാധനത്തിന് എങ്ങനെ എഴുതായിരുന്നു? എക്സ് പ്ലസ് എന്നാണോ എഴുതുക? അല്ല, ഇവിടെ മൈനസ് ആ. അപ്പം മൈനസ് ആര്? 12 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. ആരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ? 12ൻ്റെ സ്ക്വയർ. പക്ഷേ 12ൻ്റെ സ്ക്വയർ അവിടെ ഇല്ല. പക്ഷെ സാറേ ഒരു കാര്യം ചെയ്യും, 12ൻ്റെ സ്ക്വയർ നമ്മളങ്ങ് ആഡ് ചെയ്യുക. അവിടെ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ സമചിഹ്നത്തിൻ്റെ ഇക്വാലിറ്റി സൈൻ്റെ ഒരു സൈഡിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ സൈഡിലും ആഡ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഈ 12ൻ്റെ സ്ക്വയർ ഞാൻ ഇവിടെയും ആഡ് ചെയ്യുന്നു, 12ൻ്റെ സ്ക്വയർ ഞാൻ ഇവിടെയും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. സോ ഇതിനെ എനിക്കിപ്പോൾ എങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ് 135 പ്ലസ് 12ൻ്റെ സ്ക്വയർ 144. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നവുമില്ല കിട്ടുണ്ണി കേട്ടാ. ഇനി എന്താ സംഭവിക്കുക? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സാർ ഇതെന്താ? മൈനസ് 135 പ്ലസ് 144. ഇതെങ്ങനെ ചെയ്യുക?
വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 144 135 കുറച്ചാൽ 9 വലുതിൻ്റെ ചിഹ്നം ഇടുക. വലുതിൻ്റെ എന്താ പ്ലസ് ആണ്. സോ +9 അല്ലെങ്കിൽ വെറും 9 എന്നിട്ടാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. ഇനി ഒരു പ്രശ്നമില്ല അല്ലേ? ഈ സ്ക്വയർ ഇങ്ങോട്ട് പോട്ടെ. ഹൊയ് x-2 √9. x-2 എത്രയാണ് വരിക? 3 ആണ്. എക്സ് എത്ര വരിക? ഈ -2 അങ്ങോട്ട് പോട്ടെ. സാറേ 3 + 2 എക്സ് എത്ര? 5 ആണ്. സോ നമ്മൾ ഫോം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ പറഞ്ഞില്ലായിരുന്നു അല്ലേ? അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാനേ ഓല് പറഞ്ഞിട്ടുള്ളായിരുന്നു. നമ്മളത് സോൾവ് തന്നെ ചെയ്തു പോയി. കുഴപ്പമില്ല, സി ക്വസ്റ്റ്യനിൽ പോലെ സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ബി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്നിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കി. ആൻഡ് സി ക്വസ്റ്റ്യൻ അതിന് ശേഷം എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, x5 ആണെന്ന് കിട്ടി. എന്താ വേണ്ടി? ലെങ്ത്തും ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിൻ്റെ സൈഡുകൾ കാണണം. ലെങ്ത് എത്രയാണ്? എക്സ് എന്നായിരുന്നു നമ്മൾ വിളിച്ചത്. ആ എക്സ് ഇപ്പം എത്രയാണെന്ന് കിട്ടി? 5 √9. ഓ, ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചു. ഞാൻ നോക്കാം എന്താ പറ്റിയെന്ന്. ഇതാ x-12 ആണല്ലേ? ഇത് x-2 എന്നായി പോയി. സോ എല്ലായിടത്തിലും x-12 എന്നാണ് ഇടുന്നത്. അപ്പോൾ x = 3 + 12 എന്നാണ് വരിക. അപ്പോൾ 3 + 12 എന്ന് പറഞ്ഞാൽ 15. ഓക്കെ, കറക്റ്റ് ആണ്. സോ ലെങ്ത് എത്ര? 15 എന്ന് കിട്ടി. അപ്പോൾ ബ്രെഡ്ത്ത് എത്രയാണ് കിട്ടുക? 24 - x എന്ന് വെച്ചാൽ 24 - 15 എത്ര? 9. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സാറേ, ഈ ടൈപ്പിലുള്ളൊരു ചോദ്യം നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മളെന്താ ഇത് ഇത്രയും പഠിക്കാണ്ടോ അങ്ങനെ വിചാരിക്കേണ്ട. സമാധാനത്തിൽ നോക്കുക. ഇവിടെ ചുറ്റളവ് 24 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോറി 48 ആണെന്ന്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × ലെങ്ത് + ബ്രെഡ്ത്ത് ആണ്. അതാണ് 48. അപ്പോൾ ലെങ്ത് + ബ്രെഡ്ത്ത് സിമ്പിളായിട്ട് 24 കിട്ടി. ആൻഡ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ലെങ്ത്ത് ഞാൻ എക്സ് എന്ന് എടുത്താൽ ബ്രെഡ്ത്ത് 24 - x. ഇനി ഇത് തമ്മിൽ ഗുണിച്ചാൽ 135. അതവിടെ എഴുതി. അവിടുന്ന് ഇക്വേഷൻ ഉണ്ടാക്കിയത് നമ്മൾ. എന്നിട്ട് സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്ത് ഒരു പ്രശ്നമില്ല അതിന്. ശരി സാറേ, 2 ചോദ്യം കൂടി ചെയ്യാം. 2 വെറൈറ്റി ചോദ്യങ്ങൾ. ഓക്കെ, സോ ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. അടുത്തടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 135 ആണ്. ഒറ്റ സംഖ്യകൾ ഇങ്ങനെയല്ലേ പോകുന്നത്? ആന്നേ സാറേ, ഒറ്റ സംഖ്യകൾ ഇങ്ങനെയാണ് പോകുന്നത്. ശരി, ഇതിൽ അടുത്തടുത്തുള്ള ഏതോ 2 ആൾക്കാരെ എടുത്ത് ഗുണിച്ചെന്നാണ് പറഞ്ഞത്. അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത എന്താ? 2 ഇങ്ങനെ കൂടിപ്പോകൂലേ? 2 ഇങ്ങനെ കൂടിപ്പോവും. സോ ഒരു നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരായിരിക്കും? എക്സിനെക്കാട്ടും 2 കൂടും. ഓക്കെ, ഏത് 2 ഒറ്റ സംഖ്യകളെയാണ് ഓല് എടുത്തത് നമുക്ക് അറിയൂല. അപ്പം ഞാൻ ആദ്യത്തെ ആളെ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ അടുത്ത ആളാരാ? x+2 ആണ്. കറക്റ്റ് അല്ലേ? ശരി, ഇനി ഇവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 195. അതായത് x × x+2 = 195. ശരി, അങ്ങനെയെങ്കിൽ x എങ്ങനെ കാണാം? സാറേ, ഇതൊന്ന് ഗുണിച്ച് നോക്കൂ. x × x x² + x × 2 2x = 195. അയ്യോ സാറേ, ഇനിയിപ്പോൾ എങ്ങനെയാ മുന്നോട്ട് പോവാ? സാർ, ഇവിടെ ഈ സൈഡിൽ എക്സിൻ്റെ കൂടെയുള്ള 2ന്റെ പകുതിയായ 1ന്റെ സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ ഈ മുഴുവൻ സാധനത്തിനെ ഞങ്ങൾക്ക് x + 1 ഹോൾ സ്ക്വയറിന് എഴുതാമായിരുന്നു സാർ. ശരി, അങ്ങനെയെങ്കിൽ ആ 1ന്റെ സ്ക്വയർ നീ അവിടെ അങ്ങ് ആഡ് ചെയ്യുമുത്തേ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ സൈഡിലും ആഡ് ചെയ്യണം. ശരി, ഈ സൈഡിലും ആഡ് ചെയ്തു. അപ്പോൾ ഇവനെ എനിക്ക് ഇനി ഇങ്ങനെ എഴുതാം. 195 + 1ന്റെ സ്ക്വയർ 1 196. ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനല്ല സാറേ, ഈ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് കിട്ടും x + 1 = √196. √196 എത്രയാ? 14 ആണോ? 14 എനിക്ക് തോന്നുന്നത്. 14 ആണോ? 14 × 14. ബാക്കി 1 5 1 4 4 1 1 6 9 1. കറക്റ്റാ? എത്ര? 14 സാറേ. പക്ഷെ വേറൊരു പ്രശ്നം നമ്മൾ ഇവിടെ അലട്ടുന്നുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച ഒരു കാര്യം. അതായത് ഈ √196 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ 196 കിട്ടും. ആ നമ്പർ ഏതാണെന്നാണ്. അപ്പോൾ നമ്മൾ പറയും ഓക്കെ സാർ 14 14നെ 14 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 196. എടാ, പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേസമയം -14നെ -14 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും നമുക്ക് 196 തന്നെ കിട്ടുക. കാരണം മൈനസും ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ? പ്ലസ് ആയി പോവും. സോ √196 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല 14 മാത്രമല്ല, അവിടെ -14 എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? അത് ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് നിന്ന് മനഃപൂർവ്വം മറച്ചു വെച്ച്, കാരണം എല്ലാം കൂടി നിങ്ങൾ ഒറ്റയടിക്ക് പഠിക്കണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഇത് ചെയ്യാം. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ മൈനസ് വാല്യൂ ഞാനിപ്പോൾ x + 1 എന്തെടുത്ത് ഓക്കെ നോക്കിയേ, നല്ലോണം നോക്കിയോ.
അപ്പോൾ x+1 റൂട്ട് 196 എന്ന് വെച്ച് കഴിഞ്ഞാൽ x+1 ആരൊക്കെ ആവാം? x+1 റൂട്ട് 196 ആണ്. അപ്പോൾ x+1 14 ആവാം, അല്ലെങ്കിൽ x+1 എന്തും ആവാം? -14 ആവാം അല്ലേ? ശരി, ഞാനിപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതും കണ്ടുപിടിക്കാം. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ x ഈക്വൽ ടു ഈ +1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -1 ആവും. സോ -14 -1 ഈക്വൽ ടു -15. അപ്പോൾ x -15 എന്ന് കിട്ടും. സാറേ, നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ അല്ലേ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഞങ്ങൾക്ക് മൈനസ് വാല്യൂ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് -6 കിലോമീറ്ററാണ്, പറയോ? അതുപോലെ ഈ ലെങ്ത്ത് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മൈനസ് പറയൂല. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ നേരത്തെ അത് മറച്ചു വെച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് ഈ മൈനസ് വാല്യൂ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് കാണുന്നത്, അതുപോലെ ഒരു സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് ഇവൻ, അല്ലെങ്കിൽ എത്ര പദങ്ങളുടെ തുകയാണ് 355 എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? മൈനസ് വാല്യൂ എടുക്കേണ്ട. നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഓക്കെ ഇവിടെ മൈനസിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, റെഡി. അല്ലാത്ത എഴുതിലൊക്കെ നിങ്ങൾ എടുത്തോ. അപ്പോൾ എനിക്ക് x -15 കിട്ടും. ഇവിടെ എത്ര കിട്ടുക? x ഈക്വൽ ടു ഈ +1 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 14 - 1 x ഈക്വൽ ടു 13 എന്ന് ഇവിടെ കിട്ടും. അപ്പോൾ രണ്ട് കേസുകൾ ഉണ്ട് അല്ലേ? എന്ത്? x+1 ഒന്നെങ്കിൽ എന്താവാം? ഇത് ഞാൻ വായിച്ചാട്ടെ, ഇവിടെ ഒരു സ്ഥലക്കുറവുണ്ട്. x+1 ഒന്നെങ്കിൽ x+1 റൂട്ട് 196. അപ്പോൾ x+1 എന്താ? 14 ആവാം, -14 ആവാം. ഈ കേസിലാണെങ്കിൽ x 13 ആവും, ഇവിടെ ആണ് x -15 ആവും. സോ നമ്മളുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് ഈ കേസിൽ x 13 ആണ്. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 15. അപ്പോൾ നമ്മൾ പറയും നമ്പേഴ്സ് ആരൊക്കെയാണ്? 13,15 ആണ്. ഇനി ഇവിടെയോ x -15 ആണ്. അപ്പോൾ നമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? ആദ്യത്തെ നമ്പർ ആരാണ്? -15. അടുത്ത നമ്പർ ആരാ? ഇതിനെക്കാട്ടി 2 കൂടും. അപ്പോൾ -17 ആണോ? അല്ല, ഇതിനെക്കാട്ടി 2 കൂടുക കാരണം -13. സോ ഇതുമാവാം, ഇതുമാവാം, ഏതുമാവാം. ഓക്കെ ആണല്ലോ? റെഡി സാർ, വെരി ഈസി. ശരി, ഇത്തരത്തിൽ ഈ ഒരു ചോദ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ശരിക്കും ആകെ നമുക്ക് പഠിക്കാനുള്ളത് എന്താ? എക്സിൻ്റെ കൂടെ ഉള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഫുൾ സാധനത്തിന് x പ്ലസ് ഇവിടെയുള്ള നമ്പർ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചിത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചിത്രത്തിൽ എ ബിയും സി ഡിയും പിയിൽ കൂട്ടിമുട്ടുന്നു. എ ബിയും സി ഡിയും പിയിൽ കൂട്ടിമുട്ടുന്നു. ശരി, കൂട്ടിമുട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? എ പി 12 ആണ്. ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 12 ആണ്. ഓക്കെ, അടുത്തതോ എ ബി 16. ഈ ടോട്ടൽ എത്രയാ? 16. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 12, ഈ ടോട്ടൽ 16. അപ്പം ഇവൻ ആരായിരിക്കും? സാറേ, ടോട്ടലിന് ഇത് കുറച്ചാൽ മതി അല്ലേ? 16ൽ നിന്ന് 12 കുറയ്ക്കുക, എത്ര? 4. അപ്പോൾ എനിക്ക് പി ബി എത്രയാണെന്ന് കിട്ടി? ആ ഒരു ഇതിൽ നിന്ന് 4 കിട്ടി. ഓക്കെ, അടുത്തതോ ഇഫ് എ പി ഈക്വൽ ടു 12. ഓക്കെ എ ബി 16, പി സി 8. അടുത്തതായി പറയാണ് പി സി 8 ആണ്. ആരാ പി സി? ഇവൻ എന്താണ്? 8 ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയെങ്കിൽ പി ഡി കാണണം. പി ഡിയും കാണണം, സി ഡിയും കാണണം. ഓക്കെ, പി ഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സി ഡി കിട്ടൂലേ, കാരണം ഇത് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് സാറേ ഇത് കാണുന്നത്? അത് ഞങ്ങൾക്കറിയാം. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ 2 കോഡ് അല്ലെങ്കിൽ ഞാണുകൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കണക്ഷൻ എന്താ? ഈ ലെങ്ത് പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ആണ് സാറേ. ഞങ്ങൾക്കത് അറിയാം. ശരി, അറിയാത്തവർ പഠിച്ചു വെച്ചോ. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അത് വെച്ചിട്ടാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താടാ? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഡി ആണ് അല്ലേ? ശരി, പി ഡി കണ്ടുപിടിക്കാം. ബാക്കി വാല്യൂസ് ഒക്കെ നമുക്ക് അങ്ങ് കൊടുക്കാലോ. കൊടുത്തോളൂ. പി എ എത്ര? 12, പി ബി 4. സോ 12 ഇൻറ്റു 4 ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി സി എത്ര? 8 ആണ്. 8 ഇൻറ്റു പി ഡി. ഇനി പി ഡി കിട്ടണമെങ്കിൽ ഈ 8 ഇങ്ങോട്ട് വന്നാൽ പോരെ? ഇവിടെ എന്താ ഉള്ളത്? 12 ഇൻറ്റു 4 48 ആണ്. ഈ 8 ഇങ്ങോട്ട് വന്നാൽ /8 ഈക്വൽ ടു പി ഡി. 48/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 6. സോ എനിക്ക് 6 ഈക്വൽ ടു പി ഡി, അല്ലെങ്കിൽ പി ഡി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ പി ഡി കിട്ടി എത്രയാണ്? 6 ആണ്. പി ഡി എത്ര? 6 ആണ്. ഇനി സി ഡി കാണണം. സി ഡി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ എത്ര? 8ഉം 6ഉം കൂടി കൂട്ടിയാൽ പോരെ? 14. സി ഡി എത്ര? 8 + 6. സി ഡി എത്ര? 8 + 6 എത്ര? 14. എന്തൊരു സിമ്പിൾ അല്ലേ? പക്ഷേ സിമ്പിൾ അല്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും, സാർ ഇതെന്തിനാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് പി സി ഈസ് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ പി ഡി. പി സി പി ഡിയേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്. എങ്ങനെയാ? പി സി പി ഡിയേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്. എന്താ അപ്പം പറഞ്ഞത്? പി സി ഉണ്ട്, പി ഡി ഉണ്ട്.
PC ഉണ്ട്, PD ഉണ്ട്. PC-ന്റെ പ്രത്യേകത എന്താ? ഇവിടെ എത്രയാണ് ഉള്ളത് അതിനെക്കാട്ടി 2 കൂടുതലാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 7 അല്ലേ? ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 12. അപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇതെത്ര? X+2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? PC എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള PD-നേക്കാട്ടി 2 കൂടുതലാണ്. സോ ഇവിടെ X ആണ്, ഇവിടെ X+2. പ്രശ്നമൊന്നുമില്ല. ആൻഡ് പിന്നെ അവർ പറയാണ് AB എന്താ? 11 ആണ്. ഓക്കെ, AB ആരാ? ഈ ടോട്ടല് 11 ആണ്. PB 3 അതായത് ഇവിടുന്ന് ഇവിടം വരെ എത്രയുമാണ്? 3. ഇവിടുന്ന് ഇവിടം വരെ 3. ഈ ടോട്ടൽ എത്രയാണ്? 11. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 3 ടോട്ടൽ 11. അപ്പോൾ ഇതെത്ര വരിക? 11 - 3 എത്ര? 8 ആര്? ഇത് 3, ഇതെത്ര? 8. ഇങ്ങനെയാണ് നിലവിലേക്ക് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? PC കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങനെ സാറേ PC കണ്ടുപിടിക്കുക? ഇവിടെ എങ്ങനെ PC കണ്ടുപിടിക്കുക? ഇവിടെ നേരത്തെ ഉള്ള അതേ കണക്ഷൻ ഉണ്ടല്ലേ? എന്ത്? ഇത് ഇൻറ്റു ഇത് സമം ഇത് ഇൻറ്റു ഇത് ഇല്ലേ? PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയല്ലേ? PC ഇൻറ്റു PD സമം PA ഇൻറ്റു PB. ഞാൻ എഴുതട്ടെ. PC ഇൻറ്റു PB സമം PC ഇൻറ്റു PB സമം PA ഇൻറ്റു PB. അല്ല, PC ഇൻറ്റു PB സമം എന്താ? അതായത് ഈ PC ഇൻറ്റു PD. PC ഇൻറ്റു PD സമം, അതായത് ഈ PC ഇൻറ്റു ഈ PC സമം ഈ PC ഇൻറ്റു ഈ PC. PA ഇൻറ്റു PB. PA ഇൻറ്റു PB. ഓക്കെ, ശരി. ഓരോരുത്തർക്കും വാല്യൂ കൊടുത്തു നോക്ക് നിങ്ങൾ. PC എത്രയാ? X+2. സോ X+2 ഇൻറ്റു PD. PD എത്ര? X. X+2 ഇൻറ്റു X ഈക്വൽ ടു PA എത്ര? 8, PB 3. 8 ഇൻറ്റു 3. 8 ഇൻറ്റു 3. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നത്? നല്ലോണം നോക്കണേ. X കൊണ്ട് ഗുണിച്ച് നോക്കി. X ഇൻറ്റു X X² ആണ്. പ്ലസ് X ഇൻറ്റു 2 2X ആണ്. ഈക്വൽ ടു 24. ഈക്വൽ ടു 24. സർ നമുക്ക് എന്തായിരുന്നു കാണേണ്ടത്? സാറേ ഞങ്ങൾക്ക് കാണേണ്ടത് PC ആയിരുന്നു, ഇവിടുന്ന് ഇവിടെ ഉള്ളത് വരെ അല്ലേ? അതിന് ആദ്യം നമുക്ക് ഇവിടെ എന്താണ് കണക്ഷൻ എഴുതണം. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ശരി, ഇവിടെ ഉള്ളതിനെക്കാട്ടി 2 കൂടുതലാണ് ഇവിടെ. ഓക്കെ, സോ എനിക്ക് ഇതാണ് കാണേണ്ടത്. ഇത് കിട്ടിയാൽ മതില്ലേ? X കിട്ടിയാൽ മതി. അപ്പോൾ X+2 കിട്ടിക്കോളും. ഇനി എങ്ങനെയാണ് അത് കിട്ടുന്നത്? സാറേ ഇതാ ഇതിൽ നിന്ന് X കിട്ടും. എങ്ങനെ സാറേ? ഒരു പക്ഷേ ഇവിടെ X-ന്റെ കൂടെ ഇതിപ്പോൾ എന്തായി? നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. ഇനി നമുക്കിത് സാധാ സോൾവ് ചെയ്യുന്നതായിട്ട് ചെയ്യാലോ. 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ, ഇവിടെയും 1ന്റെ സ്ക്വയർ. സോ ഇവനെ എങ്ങനെ എഴുതാം? X+1ന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു 25. ശരി, അങ്ങനെയെങ്കിൽ സ്ക്വയർ ഇങ്ങോട്ട് പോട്ടെ. X+1 ഈക്വൽ ടു √25. സാറേ √25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +5 ആവാം -5 ആവാം. സാർ പക്ഷെ നമ്മൾ മൈനസ് എടുക്കണ്ട, കാരണം ഇതൊക്കെ ലെങ്ത് അല്ലേ, മൈനസ് പറയൂല. അപ്പോൾ ഞാൻ എന്തെടുക്കുന്നത്? 25 മാത്രമേ എടുക്കുന്നുള്ളൂ. X+1 എത്രയാണ്? 25ന്റെ √25 +5 ആവാം -5 ആവാം. അപ്പം ഞാൻ +5 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ X എങ്ങനെയാണ് കിട്ടുക? യെസ് സാർ, ഇവൻ അങ്ങോട്ട് പോട്ടെ. 5 - 1 ഈക്വൽ ടു 4. X എത്രയാന്ന് കിട്ടി? 4 കിട്ടി. X 4 കിട്ടി. ഇതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടേണ്ടത്? എനിക്ക് X ആയിരുന്നോ കിട്ടേണ്ടത്? അല്ല, എനിക്ക് ആരെയാണ് കിട്ടേണ്ടത്? എനിക്ക് ആരെയാണ് കിട്ടേണ്ടത്? PC ആണ്. PC എന്ന് പറഞ്ഞാൽ ഇവൻ X+2 ആണ് അല്ലേ? അപ്പോൾ PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PC എന്തായിരിക്കും പറ? PC ഈക്വൽ ടു X+2 ആണ് അത് അല്ലേ? ഓക്കെ, X+2. അപ്പോൾ X എത്ര? 4 +2 എത്ര? 6. സോ എനിക്ക് കിട്ടി PC എത്രയാണ്? 6. ഇത്തരം ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ എന്താ? വളരെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാറേ ഞങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞത്? ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം, ഒരു സ്ക്വയർ, അതിനെക്കാട്ടിലും സൈഡ് ഇത്ര കൂടി അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞ്, അങ്ങനെയെങ്കിൽ എന്താ ആദ്യത്തതിൻ്റെ ലെങ്ത് ഒരു സൈഡ് എത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ എന്താണ്? പിന്നെ ഇത്ര മാത്രമേ പഠിക്കാനുള്ളായിരുന്നു. X-ന്റെ കൂടെ ഉള്ള ആളിൻ്റെ പകുതിൻ്റെ വർഗ്ഗമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഈ ചെങ്ങായിനെ X പ്ലസ് ആ പകുതി എഴുതുന്നു ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. റെഡി? പിന്നെന്താണ്? അഥവാ പകുതിയുടെ വർഗ്ഗം ഇല്ലെങ്കിലോ അത് നമ്മൾ 2 സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനിയോ സാറേ √196 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഉണ്ട് -14 ഉണ്ട്. ഏതാ എടുക്കേണ്ടി? 2 എടുക്കണം. അപ്പോൾ എന്താണ്? 2 എടുക്കണം. പക്ഷേ എവിടെ? ഈ ലെങ്ത് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തെടുക്കണ്ട? മൈനസ് വാല്യൂ എടുക്കണ്ട. അല്ലാത്ത എല്ലായിടത്തിൽ നിങ്ങൾ എന്തെടുത്തോ? മൈനസ് വാല്യൂ എടുത്തോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടും. അതും 2 എഴുതി വെക്കുക. പിന്നെ ഈ സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സോ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഓക്കെയാ? ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഈ ചാപ്റ്റർ ഓക്കെ ആണ്. വെരി സിമ്പിൾ. സോ അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ. അടിച്ച് തൂഫാനാക്കി. ആൻഡ് അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജസ്റ്റ് കമന്റ് ദ ആൻസർ ബിലോ. ബൈ.